പ്രതിസന്ധിയിലും തളരാതെ മുന്നോട്ട് പോവാനുള്ള ആത്മവിശ്വാസം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമുക്ക് യാതൊന്നിനെയും വിലവെക്കേണ്ടതില്ല. അതിനുള്ള ഉത്തമ ഉദാഹരണമുള്ള ഒരു ഗുണപാഠമുള്ള കഥയുണ്ട്. ഒരു മുത്തച്ഛനും അദ്ദേഹത്തിൻ്റെ പേരമകനും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുത്തച്ഛൻ പറഞ്ഞു, മോനെ, നമുക്ക് 2 തൈകളെടുത്ത് 2 സ്ഥലത്തായി നടാം. അദ്ദേഹം പേരമകനെയും വിളിച്ചു കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ പറമ്പിലെത്തി ഒരു തൈ നട്ടു. ആ തൈ നല്ല വെളിച്ചവും നല്ല മഴയും നല്ല വെയിലുമൊക്കെ കൊള്ളുന്ന ഒരു തുറന്ന സ്ഥലത്തായിരുന്നു നട്ടിരുന്നത്. തിരിച്ച് വീട്ടിൽ വന്ന് ഒരു തൈ എടുത്ത് അദ്ദേഹം അവിടെ നട്ടു. അത് വെളിച്ചമൊന്നുമില്ലാത്ത, മഴയും വെയിലും അധികമായി കൊള്ളാത്ത ഒരു സ്ഥലത്തായിരുന്നു നട്ടിരുന്നത്. എന്നിട്ട് മുത്തച്ഛൻ പേരമകനോട് ചോദിച്ചു, ഇതിലേതായിരിക്കും കുറച്ചു കാലം കഴിഞ്ഞ് നല്ല രീതിയിൽ വളർന്നു വലുതാവുക? പേരമകൻ യാതൊരു സംശയവുമില്ലാതെ പറഞ്ഞു, മുത്തച്ഛാ, ഈ അകത്ത് നട്ട മഴയും വെയിലുമൊന്നും കൊള്ളാത്ത ഇതൻ തന്നെ ആയിരിക്കും കൂടുതൽ പ്രാപ്തിയോടെ വലുതാവുക എന്ന്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം മുത്തച്ഛനും പേരമകനും ഇതുപോലെ കൂടിയപ്പോൾ മുത്തച്ഛൻ പറഞ്ഞു, നമ്മൾ പണ്ട് നട്ട ആ തൈകളില്ലേ, നമുക്കതൊന്ന് നിരീക്ഷിക്കാൻ പോവാമെന്ന്. പേരമകൻ വളരെ സന്തോഷത്തോടു കൂടി തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ പറമ്പിൽ പോയി നോക്കി. പറമ്പിൽ പോയി നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ആ വൃക്ഷത്തൈ വളരെ പടർന്ന് പന്തലിച്ച് നല്ല ഫലവൃക്ഷമുള്ള നല്ല ഒരു മരമായി മാറിയിരിക്കുന്നു. പേരമകൻ വളരെ അത്ഭുതമായി. അദ്ദേഹം വേഗം പറമ്പിൽ നിന്നും വീട്ടിലേക്ക് വന്ന് അവിടെ നട്ട ആ തൈ നോക്കി. എന്നാൽ അത്ഭുതമായിരിക്കുന്നു, ആ തൈ നട്ടതിൽ നിന്നും ഒരു മാറ്റവുമില്ലാതെ അങ്ങനെ തന്നെ കിടക്കുന്നു. അപ്പോൾ മുത്തച്ഛൻ പറഞ്ഞു, മോനെ, ഇതിൽ നിന്നും നീ മനസ്സിലാക്കേണ്ടത്, ഏത് പ്രതിസന്ധികൾ വന്നാലും മഴയും വെയിലും ചെളിയും എല്ലാം കൊണ്ട് ഈ വൃക്ഷത്തെ വളർന്നു പന്തലിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഏത് പ്രതിസന്ധികളും ഏതാടിയുലയുന്ന പ്രയാസങ്ങളുണ്ടെങ്കിലും നമ്മൾ കരുത്തോടെ മനഃശക്തിയോടെ മുന്നോട്ട് പോവാൻ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് ഉത്തമമായ ഒരു റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ എന്ന് തന്നെയാണ്.